മലയാളികൾ ഇപ്പം എൻ്റെ ജനറേഷൻ തൊട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള രണ്ട് പ്രതിഭകളാണ് മമ്മൂക്കയും ലാലേട്ടനും. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഞാൻ സിനിമയിൽ നിന്നും അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ഇവർ രണ്ടുപേരും തന്നെ ആവാം. ഞാൻ പറഞ്ഞോട്ടെ. അതിപ്പം ഉദയയുടെ സിനിമകളിൽ മമ്മൂക്കയും ലാലേട്ടനും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടുള്ള സിനിമയിൽ ലാലേട്ടനുണ്ട്. ഉദയ സ്റ്റുഡിയോയിൽ നടന്നിട്ട് ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മമ്മൂക്കയും ലാലേട്ടനും ഉണ്ടായിട്ടുണ്ട്. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. ഇത് സിനിമയിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും. സിനിമയിൽ വന്നതിന് ശേഷം അത് കൂടുതൽ പ്രകടമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ രേവതി മാം പറഞ്ഞ പോലെ മമ്മൂക്ക എപ്പോഴും റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വേർഷൻസ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരികയാണ്, ചെയ്ത് നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ അത് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്നിട്ടുള്ളവരാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തേജനമാണ്, അല്ലെങ്കിൽ അതൊരു പ്രോത്സാഹനമാണ്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. താങ്ക് യു. ഇവിടെ അടുത്തിരിക്കുന്നത് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ട് വിചാരിച്ചിട്ടുമാണ്. അവരെ പറഞ്ഞു പഠിപ്പിച്ചു. പ്രഥമ ശിഷ്യൻ ഇരിക്കുന്ന ശിഷ്യ. അല്ല, എനിക്ക് രാജുവേട്ടനോട് വേറെ കാര്യം ചോദിക്കുകയാണ്. അങ്ങനെയാ ക്യാമറ തെറ്റിയ പിന്നെ നമ്മൾ ഹരികൃഷ്ണൻസിൽ ആദ്യം എനിക്കത് കേൾക്കാറുണ്ട്. അതിന് മുമ്പ് ശരിക്കും ഞാൻ കേട്ടറിവിച്ചിട്ടുള്ളതാണ്. റോജ എന്നുള്ള സിനിമയിൽ അരവിന്ദ് സ്വാമി ചേട്ടന് പകരം രാജീവ് മേനോൻ ചേട്ടനെയാണ് സജസ്റ്റ് ചെയ്തത്. അരവിന്ദിന് ടെൻഷനായി. അപ്പം അന്ന് വേണ്ടെന്ന് വെച്ചിട്ട് ഹരികൃഷ്ണൻസിൽ വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് വീണ്ടും അതേ സെറ്റിൽ വന്നിട്ട് അഭിനയിക്കൊണ്ട് നമ്മൾ വേണമെന്നായി. അതെന്താ അങ്ങനെ? എന്താ എൻ്റെ കാരണം? അത് ഈ തമിഴിലൊരു ലൈനുണ്ട് വൈരമുത്തുവിടെ, വട്ടം ഒരു വട്ടത്തിൽ എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ വന്ന് നിൽക്കണം. ഇതൊന്നും മാറുന്നില്ല. ഐ തിങ്ക് ഏർലിയർ ക്വസ്റ്റ്യൻ അബൌട്ട് പുതിയ റോൾസ് മമ്മൂക്കയോട് വരുന്നത്, ഐ തിങ്ക് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലസസ് ദാറ്റ് ഹസ് ഹാപ്പൻഡ് ഈ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം ഇസ് ദ ഡെത്ത് ഓഫ് ദ ലവ് സ്റ്റോറി. യെസ്, ഡെത്ത് ഓഫ് ദ ലവ് സ്റ്റോറി മീൻസ് ഇപ്പോൾ അവർക്ക് വേറെ സ്റ്റോറീസ് കണ്ടുപിടിക്കും. ആൻഡ് ദാറ്റ്സ് വൈ എല്ലാ സ്ഥലത്തും ഇനി സയൻസ് ഫിക്ഷൻ ഉണ്ടാവും, എല്ലാ ടൈപ്സ് ഓഫ് ഫിക്ഷൻ ഇൻ ഒരു ഡിഫോൾട്ട് മോഡായിരുന്നു പ്രേമം. ഐ തിങ്ക് ഓഡിയൻസിനും ഇപ്പം അത്രയും പ്രേമത്തിൻ്റെ വിശ്വാസവും ഇല്ല. ആൻഡ് ഇപ്പോൾ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. അതുകൊണ്ട് ആ സമയമൊക്കെ വേറെ എന്തെല്ലാം കാര്യങ്ങളെന്നുള്ളത് പറയാനുള്ള കാര്യം ഡയറക്റ്റ് പറയാനല്ലോ. പാട്ടൊന്നും പാടി പറയേണ്ട ഞാനൊക്കെ രക്ഷപ്പെട്ടു. അല്ല, ഈ സിനിമയിൽ എനിക്കൊരു പാട്ടുണ്ട് കേട്ടോ. റൊമാൻറ്റിക് എവിടെ കറങ്ങി കിടക്കുമ്പോൾ പുറയുന്ന ആരോ പാടുന്നതാണ്.